മാർപ്പാപ്പയാര് മെയ് 7 മുതലുള്ള തീയതികളിൽ അറിയാം. എല്ലാ കണ്ണുകളും വത്തിക്കാനിലേക്ക്. സുപ്രധാന വാർത്താ അപ്ഡേറ്റുകളുമായി ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ്. ഏവർക്കും സ്വാഗതം. പത്രോസിന്റെ പിൻഗാമിയായി ആര് തെരഞ്ഞെടുക്കപ്പെടുമെന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുമ്പോൾ വത്തിക്കാനിൽ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുവാനുള്ള കോൺക്ലേവിന്റെ തീയതി പുറത്തുവിട്ടു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദുഃഖാചരണത്തിന്റെ 3-ാം ദിവസമായ ഇന്നാണ് തീയതി പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്ത മാസം 7-ാം തീയതി മുതലാണ് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുവാനുള്ള കോൺക്ലേവ് ആരംഭിക്കുക. പത്രോസിന്റെ പിൻഗാമിയായി ആര് തെരഞ്ഞെടുക്കപ്പെടുമെന്നത് ലോകം മുഴുവൻ ഉറ്റുനോക്കുമ്പോൾ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിന്റെ തീയതി പുറത്തുവിട്ടിരിക്കുകയാണ് വത്തിക്കാൻ. വത്തിക്കാനിൽ കൂടിയ കർദിനാൾമാരുടെ യോഗത്തിലാണ് തീയതി പ്രഖ്യാപിച്ചത്. മെയ് മാസം 7-നാണ് വത്തിക്കാനിൽ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് ആരംഭിക്കുന്നത്. സഭയെ നയിക്കാൻ പുതിയ ഇടയനെ തെരഞ്ഞെടുക്കാൻ 252 അംഗ കർദിനാൾ സംഘം സിസ്റ്റൈൻ ചാപ്പലിലാണ് ഒത്തുകൂടുന്നത്. കോൺക്ലേവിൽ പങ്കെടുക്കുന്ന 252 കർദിനാൾമാരിൽ 135 പേർക്കാണ് വോട്ടവകാശമുള്ളത്. ആഫ്രിക്കയിൽ നിന്ന് 18, ഏഷ്യയിൽ നിന്ന് 23, യൂറോപ്പിൽ നിന്ന് 53, വടക്കേ അമേരിക്കയിൽ നിന്ന് 20, ഓഷ്യാനിയയിൽ നിന്ന് 4, തെക്കേ അമേരിക്കയിൽ നിന്ന് 17 തുടങ്ങി കർദിനാൾമാർക്കായിരിക്കും വരാൻ പോകുന്ന പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം. ഇതിൽ 80 വയസ്സിന് മുകളിലുള്ള കർദിനാൾമാർക്ക് വോട്ടവകാശമില്ല. ഇത്തവണത്തെ കോൺക്ലേവിൽ 117 പേർക്കാണ് വോട്ടവകാശം നഷ്ടപ്പെട്ടത്. സിസ്റ്റൈൻ ചാപ്പലിൽ അതീവ രഹസ്യമായാണ് കോൺക്ലേവ് നടക്കുന്നത്. കോൺക്ലേവിൽ കർദിനാൾമാർ രഹസ്യ ബാലറ്റിലൂടെയാണ് പുതിയ പാപ്പയെ തെരഞ്ഞെടുക്കുന്നത്. ഓരോ കർദിനാളും വോട്ടിംഗ് വിവരങ്ങൾ പുറത്തു പറയില്ലെന്ന് സത്യം ചെയ്യണം. ഈ സത്യം ലംഘിച്ചാൽ അവരെ സഭയിൽ നിന്ന് പുറത്താക്കും. പുതിയ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പിൽ ഇത്രയധികം രഹസ്യ സ്വഭാവം പുലർത്തുന്നതിന്റെ പ്രധാന കാരണം സഭയുടെ ഐക്യം നിലനിർത്തുകയും പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുക എന്നതുമാണ്. സിസ്റ്റൈൻ ചാപ്പലിന്റെ ചിമ്മിനിയിൽ നിന്ന് പുറപ്പെടുന്ന പുകയുടെ നിറം പുതിയ പാപ്പയെ തെരഞ്ഞെടുത്തോ ഇല്ലയോ എന്ന് സൂചിപ്പിക്കുന്നു. കറുത്ത പുക ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ലെന്ന് സൂചിപ്പിക്കുന്നു. അതേസമയം വെളുത്ത പുക പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തു എന്നതിനെ സൂചിപ്പിക്കുന്നു. ഓരോ കർദിനാളും തങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തിയുടെ പേര് കടലാസിൽ എഴുതി ഒരു പാത്രത്തിലിടുന്നു. ഓരോ വോട്ടും ഉറക്കെ വായിച്ച് എണ്ണുന്നു. ഒരു സ്ഥാനാർത്ഥി മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെടാൻ 3/2 ഭൂരിപക്ഷം നേടണം. ആർക്കും ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ ബാലറ്റുകൾ രാസവസ്തുക്കൾ ചേർത്ത് കത്തിക്കുന്നു. അപ്പോൾ കറുത്ത പുക വരും. ഇത് തെരഞ്ഞെടുപ്പ് വിജയിച്ചില്ല എന്നതിന്റെ സൂചനയാണ്. എല്ലാ ദിവസവും രാവിലെയും ഉച്ച കഴിഞ്ഞും 2 റൗണ്ട് വീതം വോട്ടെടുപ്പ് നടക്കും. എന്നിട്ടും ആരെയും തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ലളിതമായ ഭൂരിപക്ഷം മതിയെന്ന രീതിയിലേക്ക് നിയമങ്ങൾ മാറ്റാൻ സാധ്യതയുണ്ട്. മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്ന കോൺക്ലേവ് സാധാരണയായി കുറഞ്ഞത് 1 ദിവസമെങ്കിലും എടുക്കും. ചിലപ്പോൾ ഇത് കൂടുതൽ ദിവസങ്ങൾ നീണ്ടുപോകാറുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തെ തുടർന്ന് സാർവത്രിക സഭ ശനിയാഴ്ച മുതൽ 9 ദിവസത്തേക്ക് പ്രഖ്യാപിച്ച നവനാൾ വിശുദ്ധ കുർബാനയർപ്പണം തുടരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തെ തുടർന്ന് സാർവത്രിക സഭ ശനിയാഴ്ച മുതൽ 9 ദിവസത്തേക്ക് പ്രഖ്യാപിച്ച ദുഃഖാചരണത്തിന്റെ ഭാഗമായി നവനാൾ വിശുദ്ധ കുർബാനയർപ്പണം തുടരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്ക് വിവിധ കർദിനാൾമാരുടെ കാർമ്മികത്വത്തിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വിശുദ്ധ കുർബാനയും ജപമാല സമർപ്പണവും നടക്കുന്നുണ്ട്. ദുഃഖാചരണത്തിന്റെ 2-ാം ദിനമായ ഇന്നലെ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ വിശുദ്ധ കുർബാനയർപ്പിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ സീറോ മലബാർ സഭയ്ക്ക് നൽകിയ സാന്ത അനസ്താസിയ ബസിലിക്കയിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി വിശുദ്ധ കുർബാനയർപ്പിച്ചു. മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയൂസ് ക്ലീമിസ് കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ റോമിലെ സാൻ ഗ്രിഗോരിയോ സേത്തിമോ പള്ളിയിൽ സീറോ മലങ്കര സഭാംഗങ്ങൾ ഒന്നുചേർന്ന് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ദിവ്യബലി അർപ്പിച്ചു. ദുഃഖാചരണത്തിന്റെ 3-ാം ദിനമായ ഇന്ന് റോമാരൂപതയുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാനയർപ്പിക്കും. റോമാരൂപത വികാരി ജനറൽ കർദിനാൾ ബൽദസാരെ റീന മുഖ്യ കാർമ്മികത്വം വഹിക്കും. പൗരസ്ത്യ സഭകളുടെ നേതൃത്വത്തിലുള്ള വിശുദ്ധ കുർബാനയർപ്പണം മെയ് 2-നാണ്. പൗരസ്ത്യ സഭ കാര്യാലയത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ ക്ലൗഡിയോ ഗുഗുറോത്തി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ദൈവകരുണയുടെ തിരുനാൾ ദിവസമായ ഇന്നലെ മാർപ്പാപ്പയുടെ കല്ലറ സന്ദർശിച്ച കർദിനാൾമാരോടൊപ്പം വിശ്വാസികളും സായാഹ്ന പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. സെന്റ് മേരി മേജർ ബസിലിക്കയിലെ പ്രാർത്ഥനകൾക്ക് റോലൻദാസ് മാക്രിക്കാസ് നേതൃത്വം നൽകി. ബസിലിക്കയിലെ പരിശുദ്ധ അമ്മയുടെ ചിത്രത്തിന് മുന്നിലും കർദിനാൾമാർ പ്രാർത്ഥിച്ചു. കർദിനാൾമാർക്കൊപ്പം നിരവധി വിശ്വാസികളും പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. വിശ്വാസികളുടെ തിരക്കുമൂലം ബസിലിക്ക രാത്രിയും തുറന്നിട്ടിരുന്നു. ഫ്രാൻസിസ് പാപ്പ ജമലി ആശുപത്രിയിൽ കഴിയുന്ന സമയത്ത്
എല്ലാ ദിവസവും പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കയ്യിൽ മഞ്ഞപ്പൂക്കളുമായി എത്തിയിരുന്ന കർമ്മലീന എന്ന ഇറ്റാലിയൻ സ്ത്രീയും പാപ്പയുടെ ഖബറിടത്തിനു മുൻപിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുവാൻ എത്തിയിരുന്നു. മരണത്തിനു മുമ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ യുവജനങ്ങളോട് പറയുവാൻ ആഗ്രഹിച്ചിരുന്ന സന്ദേശം പുറത്തുവിട്ട ഇറ്റാലിയൻ മാസികയായ ഓഗി ജനുവരി 8-ന് സാന്താ മാർട്ടയിലെ സ്വകാര്യ വസതിയിൽ വെച്ചാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ളവരെ ശ്രവിക്കേണ്ടതിന്റെ, പ്രധാനമായും വൃദ്ധരെ കേൾക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. Ragazzi, ragazze, una delle cose molto importanti nella vita è ascoltare, imparare a ascoltare. Quando una persona ti parla, aspettare che finisca per capirla bene e poi, se me la sento, dire qualcosa, ma è importante l'ascoltare. Guardate bene la gente non ascolta, alla metà di una spiegazione non risponde e questo non aiuta alla pace. Ascoltate tanto e non dimenticate dei nonni, i nonni ci insegnano tanto. Prego per voi, pregate per me. മരണത്തിന് മുൻപ് ഫ്രാൻസിസ് മാർപ്പാപ്പ യുവജനങ്ങളോട് പറയാൻ ആഗ്രഹിച്ചിരുന്ന വീഡിയോ സന്ദേശം പുറത്തുവിട്ട് ഇറ്റാലിയൻ മാസികയായ ഓഗി ജനുവരി 8-ന് സാന്താ മാർട്ടയിലെ വസതിയിൽ വെച്ച് റെക്കോർഡ് ചെയ്ത വീഡിയോ സന്ദേശത്തിൽ മറ്റുള്ളവരെ ശ്രവിക്കേണ്ടതിന്റെ, പ്രത്യേകിച്ച് വയോധികരെ ശ്രവിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് പാപ്പ ഓർമ്മപ്പെടുത്തിയത്. പ്രിയപ്പെട്ട യുവജനങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ശ്രവിക്കാൻ പഠിക്കണമെന്നാണ് വീഡിയോ സന്ദേശത്തിൽ പാപ്പ പറയുന്നത്. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അത് ശ്രവിക്കുകയും അതിന് ഉത്തരം നൽകണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. അതേസമയം വയോജനങ്ങളെ സ്നേഹിക്കാനും അവരെ സഹായിക്കാനും പാപ്പ എല്ലാവരോടും ആഹ്വാനം ചെയ്തു. പാപ്പയുടെ മരണത്തെ തുടർന്ന് സാർവത്രിക സഭ ശനിയാഴ്ച മുതൽ 9 ദിവസത്തേക്ക് പ്രഖ്യാപിച്ച ദുഃഖാചരണത്തിന്റെ ഭാഗമായി നവനാൾ വിശുദ്ധ കുർബാന അർപ്പണം തുടരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്ക് വിവിധ കർദിനാൾമാരുടെ കാർമ്മികത്വത്തിലാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ദിവ്യബലിയും ജപമാല അർപ്പണവും നടത്തപ്പെടുന്നത്. അതേസമയം ഫ്രാൻസിസ് മാർപ്പാപ്പ സീറോ മലബാർ സഭയ്ക്ക് നൽകിയ സാന്താ അനസ്താസിയ ബസിലിക്കയിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ചു. നിരവധി പേരാണ് ദിവ്യബലിയിൽ പങ്കെടുത്തത്. പ്രത്യാശയുടെ തീർത്ഥാടകരാകുവാൻ ഏവരെയും ക്ഷണിക്കുന്ന 2025 ജൂബിലി വർഷത്തിൽ പങ്കെടുത്ത 2 ലക്ഷത്തിലധികം വിശ്വാസികൾ. റോമിൽ വെച്ച് ഏപ്രിൽ 25 മുതൽ 27 വരെയാണ് കൗമാരക്കാർക്കു വേണ്ടിയുള്ള ജൂബിലി ആഘോഷം നടന്നത്. ഈ ദിവസം നടന്ന യുവജനങ്ങളുടെ ജൂബിലിയുടെ സമാപന ദിനമായ ഇന്നത്തെ ആഘോഷങ്ങളുടെ വർണ്ണ കാഴ്ചകളിലേക്ക് നമുക്ക് യാത്രയാകാം. മറ്റൊരു സുപ്രധാന കാര്യമെന്ന് പറയുന്നത്, ഇന്ന് കരുണയുടെ ഞായറാഴ്ചയാണല്ലോ, ഡിവൈൻ മേഴ്സി സൺഡേ. ഈ ഡിവൈൻ മേഴ്സി സൺഡേയിൽ പ്രത്യേകിച്ച് നടക്കേണ്ട ഒരു കർമ്മമായിരുന്നു, ആഘോഷമായിരുന്നു യുവജനങ്ങളുടെ ഹരവും തിരുസഭയുടെ ഇപ്പോൾ തിളങ്ങുന്ന മുത്തുമായ വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂറ്റീസിന്റെ കാനനൈസേഷൻ. ആ കാനനൈസേഷൻ മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തെ തുടർന്ന് ക്യാൻസറായ വിവരം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. എങ്കിലും പതിവ് പോലെ വത്തിക്കാൻ സ്ക്വയറിൽ ദിവ്യബലി അർപ്പണം നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച സമയത്ത് തന്നെ 10:30 മണിക്ക് ആരംഭിക്കുകയുണ്ടായി. ഏതായിരുന്നാലും കാർലോ അക്യൂറ്റീസിന്റെ കാനനൈസേഷൻ നടന്നില്ല എങ്കിലും അദ്ദേഹത്തിന്റെ ഓർമ്മകളുമായി യുവജനങ്ങൾ ഈ പ്യാസയിൽ ഉണ്ടായിരുന്നു. കാർലോ അക്യൂറ്റീസിന്റെ ഓർമ്മകൾ സൂക്ഷിക്കുന്ന പതാകകളുമായി അവർ ഈ പ്യാസയുടെ മധ്യത്തിൽ വന്ന് ബലിയിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ അവർക്കതൊരു ഉണർവിന് കാരണമായി. അവരിൽ ചിലർ പറഞ്ഞു, കാർലോ ഞങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങൾ കാർലോയുടെ കൂടെയുണ്ട്. ഏതായിരുന്നാലും ഇന്നത്തെ ജൂബിലി കുർബാനയ്ക്ക് നേതൃത്വം കൊടുത്തത്, കരുണയുടെ ഞായറാഴ്ചയായ ഡിവൈൻ മേഴ്സി സൺഡേയുടെ പ്യാസയിൽ അർപ്പിച്ച ബലിക്ക് നേതൃത്വം കൊടുത്തത് വത്തിക്കാന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന
കർദിനാൾ പിയത്രോ പരോളിനാണ്. അദ്ദേഹത്തോടൊപ്പം അനേകം കർദിനാൾമാർ, പ്രത്യേകിച്ച് കോൺക്ലേവുമായി ബന്ധപ്പെട്ട് എത്തിയിരിക്കുന്നവരും അല്ലാത്തവരുമായ എല്ലാ കർദിനാൾമാരും ആർച്ച് ബിഷപ്സും വൈദികരും ഉണ്ടായിരുന്നു. ഇതിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് മതാന്തര സമ്പാദനത്തിന് വേണ്ടിയുള്ള ഡെക്കാസ്ട്രിയുടെ തലവനായ അഭിവന്യ ജോർജ് കർദിനാൾ കൂവക്കാട് പ്രത്യേകമായി സീറോ മലബാർ സഭയുടെ പാരമ്പര്യമുള്ള തിരുവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് ബലിയിൽ പങ്കെടുത്തത്. വിവിധ റീത്തുകളെ, കത്തോലിക്ക സഭയിലെ വിവിധ റീത്തുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാത്രിയാർക്കീസുമാരും അതോടൊപ്പം തന്നെ മറ്റ് ഉത്തരവാദിത്വമുള്ള അധികാരികളും കർദിനാൾമാരും വൈദികരുമെല്ലാം ഈ ദിവ്യബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. വത്തിക്കാന്റെ ഔദ്യോഗികമായ കണക്കനുസരിച്ച് ഏകദേശം 2 ലക്ഷത്തിലധികം ജനങ്ങളാണ് ഇന്നത്തെ ഈ ജൂബിലി ആഘോഷത്തിലും അതോടൊപ്പം തന്നെ കാർലോ അക്വീനാസിന്റെ കാനനൈസേഷനുമായി മുൻകൂട്ടി രജിസ്റ്റർ പ്രകാരം എത്തിച്ചേർന്നതും അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവ്യബലിയിൽ പങ്കെടുക്കാനായിട്ട് വന്നു ചേർന്നതും. വത്തിക്കാന് മുമ്പിലുള്ള വിയ കോൺസിലാസിയോണെ എന്ന് പറഞ്ഞ വഴിക്ക് മുമ്പിൽ ഏകദേശം റോഡിന് അപ്പുറമുള്ള കാസ്റ്റൽ അഞ്ചലോ വരെ ജനനിബിഡമായിരുന്നു, ജനസാഗരമായിരുന്നു. വത്തിക്കാൻ സ്ക്വയറും പരിസര പ്രദേശങ്ങളും ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ജനസാഗരമായിരുന്നു എന്ന് തന്നെ വേണം നമുക്ക് പറയുവാൻ. ഏതായിരുന്നാലും മാർപ്പാപ്പയുടെ മൃതസംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ജനങ്ങൾ വീണ്ടും പഴയതുപോലെ പുതിയ പ്രതീക്ഷയോടുകൂടി തിരുസഭയെ നയിക്കാൻ പുതിയ പാപ്പയെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലും ആഗ്രഹത്തിലുമാണ്. ഏതായിരുന്നാലും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന കോൺക്ലേവിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രിയപ്പെട്ട പിതാക്കന്മാരെ നയിക്കട്ടെ എന്നും ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നൊവാന്തലിസിൻ്റെ 2ാമത്തെ ദിവസം കൂടിയാണ്. അതായത് മാർപ്പാപ്പമാർ മരിച്ചു കഴിയുമ്പോൾ പാരമ്പര്യമനുസരിച്ച് 9 ദിവസം തുടർച്ചയായിട്ട് പാപ്പയ്ക്ക് വേണ്ടി ബലികളർപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പതിവുണ്ട്. അത് ആരംഭിക്കുന്നത് മൃതസംസ്കാരവുമായി ബന്ധപ്പെട്ട് അർപ്പിക്കപ്പെട്ട ദിവ്യബലി 1-ാം ദിവസമായി കണക്കാക്കിക്കൊണ്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇത് നൊവാന്തലീസിൻ്റെ 2ാമത്തെ ദിവസമാണ്. ഇനിയും തുടർന്ന് 9 ദിവസങ്ങളിലായി പരിശുദ്ധ പിതാവ് ദിവംഗതനായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഓരോ ദിവസവും ബലിയർപ്പണങ്ങളും പ്രാർത്ഥനകളും ഉണ്ടായിരിക്കുന്നതാണ്. വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി ഫാദർ ജോജി പോഡിനോടൊപ്പം യൂറോപ്യൻ കോർഡിനേറ്റർ ഫാദർ ജോബി പോൾ. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരെ 4 സ്ഥലത്ത് സുരക്ഷാ സേന വളഞ്ഞെന്ന് റിപ്പോർട്ട്. ഒരിടത്ത് ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അതേസമയം പാകിസ്ഥാന് പിന്തുണയുമായി തുർക്കിയും ചൈനയും രംഗത്തെത്തിയിട്ടുണ്ട്. രാത്രി ഭക്ഷണം തേടി ഭീകരർ വീടുകളിലെത്തിയെന്നാണ് സൂചന. കരസേനയുടെ ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും തെരച്ചിലിനുണ്ട്. അതേസമയം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കശ്മീരിൽ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചു. പ്രധാനപ്പെട്ട റെയിൽവേ ലൈനുകൾക്കും അത് കടന്നുപോകുന്ന ടണലുകൾക്കുമാണ് CRPF സുരക്ഷ കൂട്ടിയത്. അതിനിടെ കശ്മീരിൽ നിയന്ത്രണ രേഖയിൽ വീണ്ടും പാക് സൈന്യം വെടിയുതിർത്തു. തുടർച്ചയായി 4ാം ദിവസമാണ് യാതൊരു പ്രകോപനവുമില്ലാതെ പാകിസ്ഥാൻ സൈന്യം വെടിയുതിർക്കുന്നത്. പൂഞ്ച് സെക്ടറിൽ പാകിസ്ഥാൻ സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത് ഇതാദ്യമാണ്. ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചതായി അധികൃതർ അറിയിച്ചു. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിനിടെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്കൊപ്പമുണ്ടായിരുന്നവരുടെ മൊഴി രേഖപ്പെടുത്തുമെന്ന് NIA അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി കടുത്ത നടപടികളാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ സ്വീകരിച്ചത്. സിന്ധു നദീജല കരാർ റദ്ദാക്കുകയും പാക് പൗരന്മാരോട് ഇന്ത്യ വിടാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഓരോ ഭീകരനെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും ഇന്ത്യ തിരഞ്ഞു പിടിച്ച് ശിക്ഷിക്കുമെന്നും ഈ ഭൂമിയുടെ അറ്റം വരെ ഭീകരരെ പിന്തുടരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെ ഇന്ത്യയുമായുള്ള എല്ലാ ഉഭയകക്ഷി കരാറുകളും പാകിസ്ഥാനും റദ്ദാക്കി. തുടർന്നാണ് അതിർത്തിയിൽ പാകിസ്ഥാൻ വെടിവെപ്പ് ആരംഭിച്ചത്. അബദ്ധത്തിൽ അതിർത്തി കടക്കാനിടയായി പാകിസ്ഥാന്റെ പിടിയിലായ BSF ജവാനെ ഇതുവരെ വിട്ടു നൽകാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാനെ ചൈന പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതിൽ ഇന്ത്യ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാപ്പയുടെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ച് ശിവഗിരി മഠം സന്യാസി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മതാന്തര സംവാദത്തിലടക്കം പങ്കെടുത്ത സ്വാമി വീരേശ്വരാനന്ദാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കല്ലറയിലെത്തി പ്രാർത്ഥനകൾ അർപ്പിച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മേരി മജോര ബസലിക്കയുടെ മുമ്പിൽ സ്വാമിജി വീരേശ്വരാനന്ദയുടെ അരികിലാണ്.
ഈ ബസിലിക്കയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒത്തിരിയേറെ പ്രത്യേകതകളുണ്ട്. കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയ ഒരു സ്വാമിജിയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. മാത്രമല്ല, മതാന്തര സംവാദവുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കുണ്ടായിരുന്ന താല്പര്യം നമുക്കറിയാമല്ലോ. അതുമായി ബന്ധപ്പെട്ട് GDPSന്റെ ശിവഗിരി മഠത്തിന്റെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ റോമിൽ വരാനും മാർപ്പാപ്പയെ കാണുവാനും ഒക്കെ ഭാഗ്യം ലഭിച്ച ഒരു സ്വാമിജിയാണ്. ഇന്നിതാ മാർപ്പാപ്പയുടെ മരണവാർത്ത അറിഞ്ഞ് മൃതസംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോ മാർപ്പാപ്പയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കുവാൻ, ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ ഏറെ സ്നേഹത്തോടുകൂടി നാട്ടിൽ നിന്നും സ്വാമിജി ഇവിടെ വന്നിരിക്കുകയാണ് റോമിൽ. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് മേരി മജോറ ബസിലിക്കയുടെ അകത്തു കയറി സ്വാമിജി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയുണ്ടായി. സ്വാഗതം സ്വാമിജി ഗുഡ്നസ് ടെലിവിഷനിലേക്ക്. തീർച്ചയായും അങ്ങയെ കണ്ടത് ഒരു പരിപാലനയായി കാണുകയാണ്. ആദ്യമേ തന്നെ അങ്ങയോട് ചോദിക്കുവാനുള്ളത്, അങ്ങ് ആദ്യമായി ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണാനുണ്ടായ ഇടയായ സാഹചര്യം ഒന്ന് വ്യക്തമാക്കോ? 1924 ആലുവായിൽ ഏഷ്യയിലെ ആദ്യത്തെ സർവമത സമ്മേളനം ശ്രീനാരായണ ഗുരുദേവന്റെ സംഘടിപ്പിക്കുകയുണ്ടായി. അതിന്റെ 100ാം വാർഷികം പ്രമാണിച്ച് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ സർവമത സമ്മേളനങ്ങൾ ശിവഗിരിമഠം സംഘടിപ്പിച്ചു വരികയാണ്. അങ്ങനെയിരിക്കെ ആദ്യ സമ്മേളനം വത്തിക്കാനിൽ വെച്ച് നടത്തണമെന്നൊരു അഭിപ്രായമുണ്ടായി. അത് എൻ്റെ ഒരു താല്പര്യമായിരുന്നു. ഞാൻ നേരെ വത്തിക്കാനിൽ വരുന്നു. പൂവക്കാട്ട് പിതാവിൻ്റെ സഹായത്തോടെ മാർപ്പാപ്പയെ കാണുകയും മാർപ്പാപ്പയുമായി 15 മിനിറ്റോളം സംസാരിക്കുകയും മാർപ്പാപ്പ ഈ സർവമത സമ്മേളനത്തെക്കുറിച്ചും സർവമത സമ്മേളനം സംഘടിപ്പിച്ച് അവിടെ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വിശദീകരിച്ചു കൊടുത്തപ്പോൾ മാർപ്പാപ്പയ്ക്ക് താല്പര്യം കാട്ടി ഞങ്ങൾക്കൊരു അവസരം തരികയാണ് ഉണ്ടായത്. സ്വാമിജി, ഒരു കാര്യം ചോദിക്കട്ടെ, ഈ നമ്മളുടെ പൂവക്കാട് പിതാവ് ഇതിനു വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്തുവാണോ അങ്ങ് പറഞ്ഞപ്പോ, അതെയോ ഇതുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് സഹായം ചെയ്തു തന്നതാണോ? കാരണം അതിനുശേഷം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ മതാന്തര സംവാദനത്തിന്റെ ഏറ്റവും വലിയ ഹെഡായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പൂവക്കാട് പിതാവിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുകയുണ്ടായി. തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടെ വരുന്ന സാഹചര്യത്തിൽ പൂവക്കാട്ട് പിതാവ് അദ്ദേഹം ഒരു സാധാരണ ഒരു ഫാദർ മാത്രമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു മാസം കൊണ്ട് തന്നെ ഫാദറിനെ കർദിനാളായി ഉയർത്തുകയും മാർപ്പാപ്പ ചെയ്തു. ഞങ്ങളുടെ ഈ ശിവഗിരി മഠത്തിന്റെ ആവശ്യം പൂവക്കാട്ട് പിതാവിനെ അവതരിപ്പിക്കുകയും പൂവക്കാട്ട് പിതാവ് അത് വളരെ ശ്രദ്ധയോടുകൂടി കേട്ട് പിതാവിന്റെ ഒറ്റയൊരു താല്പര്യത്തിലാണ് ഈ കാര്യങ്ങൾ വളരെ ഈസിക്ക് ഇവിടെ വെച്ച് നടത്തുവാൻ സാധിച്ചത്. അത് തീർച്ചയായിട്ടും വലിയൊരു സന്തോഷത്തിന്റെ അഭിമാനത്തിന്റെ ഒരു കാര്യം തന്നെയാണ്. കാരണം പിതാവ് മാർപ്പാപ്പയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി, അപ്പം അതെല്ലാം ക്രമീകരിച്ചു തന്നു. അപ്പൊ ആ മൊമെന്റിൽ മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ മാർപ്പാപ്പയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ? മാർപ്പാപ്പയുടെ പൂവക്കാട്ട് പിതാവിന് മാർപ്പാപ്പയുമായുള്ള ഒരു ബന്ധം, അത് നമുക്ക് ആ സ്നേഹം എന്താണെന്ന് നമുക്ക് അവിടെ വെച്ച് തന്നെ ആ പെരുമാറ്റത്തിൽ നമുക്ക് കാണാൻ അനുഭവിച്ചറിയാൻ സാധിച്ച ഒരാളാണ്. നിങ്ങള് മാർപ്പാപ്പയെ കണ്ടപ്പോ മതാന്തര സംവാദവുമായി ബന്ധപ്പെട്ട് മാർപ്പാപ്പയുടെ മനസ്സ് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കുന്നതായിട്ടുണ്ടോ? തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ മനുഷ്യത്വമാണ് എല്ലാത്തിന്റെയും ഉപരി, മതമല്ല, മനുഷ്യത്വമാണ് എല്ലാം. അത് എടുത്ത് പറയുകയും ചെയ്തു മാർപ്പാപ്പ. അങ്ങനെ ഗുരുദേവന്റെ സന്ദേശങ്ങൾ അദ്ദേഹം മനസ്സിലാക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്തു. അദ്ദേഹം കാണിച്ച ഒരു സ്നേഹമാണ്. യേശുക്രിസ്തു സ്നേഹത്തിനാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയത്. അതിന്റെ ഒരു ഉദാഹരണമാണ് ജീവിതത്തിലൂടെ കാട്ടിത്തന്ന ഒരു മഹാത്മാവാണ് മാർപ്പാപ്പ. ആ മാർപ്പാപ്പയെ ഞാൻ എന്റെ ഗുരുസ്ഥാനത്താണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ റഷ്യയിലായിരുന്നു ഇത് അറിഞ്ഞപ്പം തന്നെ അവിടുന്ന് നേരെ ഇങ്ങോട്ട് പോയിരുന്നു. ലണ്ടനിൽ പോയിട്ട് ആളായിരുന്നു, പക്ഷെ അത് ക്യാൻസൽ ചെയ്ത് ഞാൻ നേരെ ഇവിടെ ഈ ശുശ്രൂഷ ചടങ്ങിന് വേണ്ടി ഞാൻ ഇവിടെ എത്തിച്ചേർന്നതാണ്. അത് തീർച്ചയായിട്ടും ദൈവത്തിന്റെ കൈകളിൽ പ്രത്യേകിച്ച് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പഠനങ്ങൾ അങ്ങ് കേട്ടിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ബൈബിളിലെ പഠനങ്ങൾ അങ്ങ് കേട്ടിട്ടുണ്ട്. അപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പഠനങ്ങളും ചിന്തകളും അല്ലെങ്കിൽ ബൈബിളിലെ ചിന്തകളും തമ്മിൽ, ശ്രീനാരായണ ഗുരുവിന്റെ ചിന്തകളും തമ്മിൽ ഒരു ആത്മബന്ധമുള്ളതായിട്ട് സ്വാമിജിക്ക് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ ഈ സർവമത സമ്മേളനത്തെ കുറിച്ച് മാർപ്പാപ്പയോട് പറയുന്ന കൂട്ടത്തിൽ തന്നെ ഈ സർവമത സമ്മേളനം കഴിഞ്ഞ ഉടൻ തന്നെ
ഗുരുദേവൻ അവിടെ എഴുതി വെച്ചിരുന്നു. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനും വേണ്ടിയുള്ള സമ്മേളനമാണെന്ന് ഗുരുദേവൻ അവിടെ എഴുതി വെച്ചു. അതായത് ആദ്യം നടന്ന ഏഷ്യയിൽ ആദ്യം നടന്ന ആ സർവ്വമത സമ്മേളനത്തിൽ അങ്ങനെ എഴുതി വെച്ചു. അതും എല്ലാ മതത്തിന്റെ സാരം ഒന്നാണ്, മനുഷ്യത്വമാണ്. അതും ഗുരുദേവൻ അവിടെ എഴുതി വെച്ചു. ഈ കാര്യങ്ങളെല്ലാം മാർപ്പാപ്പയെ ധരിപ്പിച്ച് ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ അത് കഴിഞ്ഞ് ഗുരുദേവൻ ആദ്യം ചെയ്ത് ഒരു ശിവഗിരിയിൽ ഒരു സർവ്വമത പാഠശാല ഉണ്ടാക്കുകയാണ്. അവിടെ സർവ്വമത പാഠശാലയിൽ ബൈബിളും ഖുറാനും ഉപനിഷത്തും ഗീതയും എല്ലാം പഠിക്കുന്ന ഒരു സിസ്റ്റമാണ് ശിവഗിരിയിലുള്ള സർവ്വമത പാഠശാല. എല്ലാ മതവും സമബുദ്ധിയോടെ പഠിക്കണമെന്നാണ് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത്. ഭരണശാലയിൽ പ്രാർത്ഥനയ്ക്ക് ഒരു പേജ് ബൈബിളും ഒരു പേജ് ഖുറാനും നിത്യം പാരായണം ചെയ്യും. ഫ്രാൻസിസ് മാർപ്പാപ്പ അന്ത്യവിശ്രമം കൊള്ളുന്ന റോമിലെ മേരി മേജർ ബസിലിക്കയിലെ കല്ലറ കാണുവാൻ വൻ ജനത്തിരക്ക്. ഇന്നലെ രാത്രി 10 മണി വരെ സന്ദർശകരെ അനുവദിച്ചിരുന്നു. പ്രത്യേക അലങ്കാരങ്ങളൊന്നുമില്ലാത്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കല്ലറയ്ക്ക് മുകളിൽ ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്ന് കൊത്തിവെച്ചിട്ടുണ്ട്. ഒരു വെളുത്ത റോസാപ്പൂ മാത്രമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കല്ലറയ്ക്ക് മുമ്പിൽ സ്ഥാപിച്ചിട്ടുള്ളത്. റോമിലെ സാന്താ മാർത്ത ബസിലിക്കയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കബറിടം സന്ദർശിക്കാൻ വിശ്വാസികളുടെ പ്രവാഹം. ഇന്നലെ രാവിലെ 7 മണിക്കാണ് കബറിടം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. ഇതിനു മുമ്പ് തന്നെ പള്ളിയിലേക്ക് നീണ്ട ക്യൂ രൂപപ്പെട്ടിരുന്നു. ഇന്നലെ സന്ദർശകർക്കായി 10 മണിവരെ ദേവാലയം തുറന്നിട്ടിരുന്നു. മാർപ്പാപ്പയുടെ മരണപത്രമനുസരിച്ച് ലത്തീൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്ന് മാത്രം എഴുതി പ്രത്യേകിച്ച് അലങ്കാര പണികളൊന്നും നടത്താതെയാണ് ഖബറിടം നിർമ്മിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കുരിശും കല്ലറയുടെ ചുമരിൽ തൂക്കിയിട്ടുണ്ട്. ലാളിത്യത്തിന്റെ മറ്റൊരു പ്രതീകമായി കല്ലറയ്ക്കു മുകളിൽ ഒരു വെള്ള റോസാപ്പൂവും വെച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും വിശ്വാസികളുടെ പ്രവാഹമുണ്ടാകുമെന്നതിനാൽ സാന്താ മാർത്ത ബസിലിക്കയിൽ അധികൃതർ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെത്തുന്ന തീർത്ഥാടകരെല്ലാം തങ്ങളുടെ പ്രിയപ്പെട്ട പാപ്പയായ ഫ്രാൻസിസ് പാപ്പയുടെ കബറിടക്കത്തിൽ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് മടങ്ങിപ്പോകുന്നത്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.